പ്രകൃതി എന്നാൽ എന്ത്? പ്രകൃതി എന്നാൽ പണ്ട് പണ്ടേയുള്ളത് എന്നും പ്രഥമം ആദ്യത്തേതെന്നും കൃതി എന്നാൽ സൃഷ്ടി എന്നുമർത്ഥം, അതായത് സൃഷ്ടിക്കു മുന്നേ പണ്ട് പണ്ടേയുള്ളത്. സൃഷ്ടിമയ്ക്ക് മുൻപ്, അതായത് പ്രപഞ്ച സൃഷ്ടിക്കു മുൻപുണ്ടായിരുന്നത് ബ്രഹ്മം മാത്രമാണ്. അപ്പോൾ പ്രകൃതി സൃഷ്ടിക്കു മുന്നേയുള്ള സത്യവസ്തു ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മം തന്നെയാണ് സൃഷ്ടികാലത്ത് പ്രകൃതിയായി, പ്രപഞ്ചമായി രൂപപ്പെട്ടത്. പ്രയ്ക്ക് പ്രകൃഷ്ടം എന്നും കൃതിക്ക് സൃഷ്ടിയെന്നും അർത്ഥം. സൃഷ്ടികർമ്മത്തിൽ പ്രവീണയെന്നും അർത്ഥമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നുതന്നെ, രണ്ടല്ല. സൃഷ്ടികാലത്ത് സൃഷ്ടി വേണമെന്നു തോന്നിയപ്പോൾ ബ്രഹ്മം തന്നെയാണ് പ്രകൃതിയായി രൂപപ്പെട്ടത്. ആ പ്രകൃതി ബ്രഹ്മസ്വരൂപിയും നിത്യയും സനാതനിയുമാണ്. പരമാത്മാവിന് തുല്യമാണ്. ഗുണാടിസ്ഥാനത്തിൽ നോക്കിയാൽ പ്ര എന്നത് സത്വഗുണവും കൃ എന്നത് രജോഗുണവും തി എന്നത് തമോഗുണവുമാണ്. അതിനാൽ പ്രകൃതി സത്വരജതമോ ഗുണങ്ങളുടെ കൂട്ടായ രൂപമാണ്. പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളും സത്വഗുണം, രജോഗുണം, തമോഗുണം അടങ്ങിയിരിക്കുന്നു. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും എല്ലാത്തിലും ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട്. ഈ ത്രിഗുണം ചേരാത്ത ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല. ഓരോന്നിലും ഈ ഗുണങ്ങൾ ഏറിയും കുറഞ്ഞും കാണും. സത്വഗുണം കൂടിയിരിക്കുന്നതിനെ സത്വഗുണപ്രധാനമെന്നും രജോഗുണം കൂടിയിരിക്കുന്നതിനെ രജോഗുണപ്രധാനമെന്നും തമോഗുണം അധികരിച്ചിരിക്കുന്നതിനെ തമോഗുണപ്രധാനമെന്നും പറയുന്നുണ്ട്. ഒരു ഗുണം അധികരിച്ചിരിക്കുന്നുവെങ്കിലും മറ്റു രണ്ട് ഗുണങ്ങളും അതിൽ അന്തർലീനമായിരിക്കുന്നു. ഈ പ്രകൃതി ദേവിയാണ്, ലോകത്തിന്റെ മുഴുവൻ ജനനിയാണ്, അമ്മയാണ്. പ്രകൃതി പൂജനീയാണ്, വന്ധ്യയാണ് എന്നുമെന്നുമുള്ളതാണ്. ലോകത്തിന്റെ ഉദ്ഭവസ്ഥിതി ലയങ്ങൾക്ക് കാരണമാണ്. ഈ പ്രകൃതിക്ക് രണ്ടു ഭാവമുണ്ട്, സഗുണഭാവവും നിർഗുണഭാവവും. അതിന് അപരപ്രകൃതി ബ്രഹ്മത്തിന്റെ സഗുണഭാവവും പരപ്രകൃതി നിർഗുണഭാവവുമാണ്. ഇതിൽ അപരപ്രകൃതിയെ അറിയുന്നതിനുള്ള വിദ്യ അപരിവിദ്യയും പരപ്രകൃതിയെ അറിയുന്നതിനുള്ള വിദ്യ പരവിദ്യയുമാണ്. ഇതു രണ്ടും അറിയേണ്ടതാണ്. പ്രകൃതിയെ ശരിക്കറിയണമെങ്കിൽ ഈ രണ്ട് വിദ്യയും അറിയണം. അപരവിദ്യയെന്നാൽ ലൗകിക ജീവിതം സുഖമായോ ദുഃഖമായോ ജീവിക്കുന്നതിനുതകുന്ന വിദ്യയാണ്. ജീവിക്കാൻ അതറിയുകയും വേണം. പരവിദ്യ എന്നത് ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ബ്രഹ്മവിദ്യയാണ്. ജീവിത സൗഭാഗ്യത്തിനും മനുഷ്യജീവിത സാഫല്യത്തിനും ആ വിദ്യ ഉപകരിക്കുന്നു. ആ വിദ്യ കൂടി അറിഞ്ഞാലേ വിദ്യ പൂർണ്ണമാകൂ. അതു രണ്ടും അറിയുന്നതിന്റെ ഫലമായി ലൗകിക ജീവിതത്തിന്റെ ക്ഷണികതയും അതുപേക്ഷിച്ച് പരവിദ്യ നേടേണ്ടതിന്റെ ആവശ്യകതയും അറിയാൻ സാധിക്കുന്നു. ഏതെല്ലാം വിദ്യ നേടിയാലും, എത്ര വലിയ സ്ഥാനലബ്ധി ലഭിച്ചാലും, എത്ര വലിയവനായി തീർന്നാലും, ലോകം മുഴുവൻ അവനെ ബഹുമാനിച്ചാലും പരവിദ്യ അഭ്യസിക്കാതെ ബ്രഹ്മജ്ഞാനം ലഭിക്കാതെ അവന്റെ വിദ്യ പൂർണ്ണമാകില്ല.